ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് വീട്ടിൽ നിന്നും ഉണക്കി പൊടിച്ച പച്ചമഞ്ഞളുടെ പൊടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം പയറുപൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നത്. ചെറിയ വീഡിയോ ആണ്, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേസസ് വരുന്നുണ്ട്. അതായത് കുഞ്ഞു കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ചൂടുകുരു ഒരു വലിയൊരു കൺസേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ഒരു മേജർ കോസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള വിയർപ്പ് ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ ചർമ്മത്തിനടിയിൽ കെട്ടിക്കിടക്കുന്നു. അതുമൂലം പിന്നീട് ചൂടുകുരു പോലുള്ള കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു മക്കൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വെറ്റ് ഗ്ലാൻസ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും കുഞ്ഞു കുട്ടികൾക്കായിരിക്കും. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് കൂടുതൽ പിത്തം കൂടിയിട്ടുള്ള കേസസ് ആണ്. അതായത് എപ്പോഴും അവർക്ക് ഒരു അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസും ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഒരു ബേണിംഗ് സെൻസേഷനും, അതായത് നല്ല ചുട്ടുനീറ്റലായിരിക്കും ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിലും ഇത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട്, അതായത് അമിതമായിട്ട് എരിവ്, പുളി, റെഡ് ചില്ലി ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണാറുണ്ട്. ആയുർവേദത്തിൽ പിത്തജ് മസൂരിക ആയിട്ടാണ് ഇതിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് സിംറ്റംസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട്, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ്, അതായത് കുമിളകൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മുഖത്തും കഴുത്തിലും നമ്മുടെ ചെസ്റ്റ് ഭാഗത്തും പുറം ഭാഗത്തും തൊടയിലൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് ബേണിംഗ് സെൻസേഷൻ, ഭയങ്കര ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥയും ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൊറിച്ചൽ, ചില കേസസിലാണെങ്കിൽ അത് പൊട്ടി ചലം പോലും വരുന്ന കണ്ടീഷൻസും വരാറുണ്ട്. എന്നാൽ കുറച്ചുകൂടി സിവിയർ കേസസിൽ പനി പോലുള്ള അസോസിയേറ്റഡ് സിംറ്റംസും കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഡ്രസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ മിന്നുന്ന പോലുള്ള കുപ്പായങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാൻസി ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ചൂട് സമയത്ത് ഒത്തിരി വീണ്ടും വീണ്ടും അവരുടെ ബോഡി ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോഴ്സ് കൊടുക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും കോട്ടൺ ബ്രീത്തബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും കോട്ടൺ വെയർസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരുപാട് ഇറങ്ങിയ വസ്ത്രങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞരമ്പ് പൊട്ടുന്നു, അങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള കുറേ ന്യൂസസും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ഇത്രയും ചൂടുള്ള ഒരു അറ്റ്മോസ്ഫിയറിന് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വെള്ളം കുടിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. എല്ലാവരോടും നമ്മൾ പറയുന്ന ഒരു കാര്യം ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം എന്നാണ്. അപ്പം നിങ്ങൾക്കത് യുക്തിപൂർവ്വം ചെയ്യാവുന്നതാണ്. അപ്പം മിനിമം ഒരു 2.5 ലിറ്റേഴ്സ് നിങ്ങളുടെ ശരീരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എപ്പോഴും സിപ്പായിട്ട് കുടിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ആയല്ലോ. അപ്പം ഈ വെള്ളത്തിന് പുറമെ എന്ത് കുടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ കുടിക്കാം, കരിക്ക് കുടിക്കാം. അതുപോലെ മോര് വളരെ നല്ലതാണ്. മോര് പ്രത്യേകിച്ച് അക്ഷയ കൽപ്പയുടെ ഒക്കെ മോര് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. പ്ലെയിൻ ബട്ടർ മിൽക്ക് അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഡ്രസ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഓയിലി സ്പൈസി ഫ്രൈഡ് ഐറ്റംസും കൂടുതൽ റെഡ് ചില്ലിയുടെ അളവ് നിങ്ങളൊന്ന് കുറയ്ക്കുക. പുറമേ പുരട്ടുന്ന മരുന്നുകൾ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഈ അകത്തുള്ള പിത്തം അല്ലെങ്കിൽ ഉഷ്ണത്വം നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് നോക്കാം. കാരണം നമ്മുടെ ഗട്ട് ഹെൽത്തും ഇന്റേണൽ സിസ്റ്റവും നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പുറമേ എന്തെങ്കിലും പുരട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അകം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിത്തം നമുക്ക് കുറച്ച് കൊണ്ടുവരണം. ചൂടുകുരു കേസസിൽ ചില പേർക്ക് തിണർപ്പ്, അതായത് റാഷസ് മാത്രം കാണാറുണ്ട്. ആ ഒരൊറ്റ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിൽ ഒരു പിഞ്ച് ഓഫ് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ച പച്ച മഞ്ഞൾ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ദയവ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഈ പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചത് ഒരു പിഞ്ച് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏത് പോർഷനിലാണോ ഇച്ചിങ്, അതായത് ചൊറിച്ചിൽ പോലുള്ള കേസസും അതുപോലെ റാഷസും ഉള്ളത് അവിടെ മൈൽഡായിട്ട് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഇച്ചിങ്ങും അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടും മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. എപ്പോഴും പറയുന്ന പോലെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ
അവിടെ നിൽക്കുക, അവിടെ നമുക്ക് വെക്കാം. ബാക്കി നമുക്ക് ഇന്റേണലി നമുക്ക് എങ്ങനെയാണോ ബോഡീനെ ക്ലെൻസ് ചെയ്യാം ആ കാര്യങ്ങൾ നോക്കാം. ശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിത്യശോധന, അതായത് വെൽ ക്ലീൻഡ് ക്ലിയർ മോഷൻ, കംപ്ലീറ്റ് മോഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കുക. കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, മലശോധന പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഈ ചൂടുകുരുവും ദേഹത്തെ പിത്തവും അതുപോലെ തന്നെ നിൽക്കും. എത്ര മരുന്ന് കഴിച്ചാലും കാര്യമില്ല. അപ്പോൾ ആ ഒരു അനലോമത്വം വരുത്തുന്ന തരത്തിലുള്ള മരുന്നുകളും പിത്തത്തെ കുറക്കുന്ന മരുന്നുകളുമാണ് ആയുർവേദം മെയിൻലി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചന്ദനത്തിൻ്റെ പൊടിയും രാമച്ചത്തിൻ്റെ പൊടിയും ദുർവ എന്ന് പറഞ്ഞൊരു മെഡിക്കേറ്റഡ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറിൽ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പൗഡർ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാന്നേ പറയാനുള്ളൂ. കാരണം വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു പോർസ് അല്ലെങ്കിൽ ആ ഒരു സ്വെറ്റ് ഗ്ലാൻസിന് ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഏതൊരു അപ്ലിക്കേഷൻ ആണെങ്കിലും ഒരുപാട് വാരി പൊത്താതെ വളരെ ലൈറ്റായിട്ട് തൽക്കാലത്തേക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അകത്തെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ സ്കിൻ ലെവലിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും കുറഞ്ഞു വരും. അപ്പം സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ എരിവ്, പുളി, പ്രത്യേകിച്ച് തൈര്, അങ്ങനെ അഭിഷന്ധി ആയിട്ടുള്ള അങ്ങനെ ഒരു ഇഷ്യൂസ് കോസ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിക്കൻ ആയാലും റെഡ് മീറ്റ് ആണെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. എഗ്ഗും നിങ്ങൾ മാക്സിമം ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടെങ്കിലും അതും ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഒരുപാട് മരുന്ന് ആയുർവേദത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ദ്രാക്ഷാതി കഷായം, ഉഷീരാസവം, സാരിഭാദ്യാസവം, ചന്ദനാസവം, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുട്ടുനീറ്റൽ, അതായത് ബേണിംഗ് സെൻസേഷൻ കുറയും. നല്ലൊരു സ്ട്രോങ് പൊട്ടൻറ്റ് ഡൈയൂററ്റിക് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടായ അമിതമായിട്ടുള്ള ഉഷ്ണത്വം കുറയ്ക്കാൻ ഇത് വളരെയധികം എഫക്റ്റീവാണ്. ചന്ദനാസവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനൊരു ടെക്സ്ചർ വർദ്ധിപ്പിക്കാനും ഒരു ടോട്ടൽ കൂളിംഗ് എഫക്റ്റും കൊടുക്കുന്നതായിരിക്കും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് ഒരുപാട് എണ്ണകളുണ്ട്. ചന്ദനാദി തൈലമുണ്ട്, അതുപോലെ നമ്മുടെ ഏലാദി എണ്ണയുണ്ട്, പിന്നെ നാൽപ്പാമരാതി എണ്ണയുണ്ട്. അപ്പം നാൽപ്പാമര പട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തിളപ്പിച്ചിട്ട് വെള്ളം തണുത്തതിന് ശേഷം മേല് കഴുകാൻ യൂസ് ചെയ്യാം. വേപ്പ് തിളപ്പിച്ച വെള്ളം അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫുഡാണ്, പിന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ഡ്രസ്സ് മാക്സിമം വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതില്ല. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ശരീരം എപ്പോഴും കുളിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വേർത്ത് ഡേർട്ട് ആയിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കാം. അല്ലെങ്കിൽ തുണി മുക്കിയിട്ട് നന്നായിട്ട് ആ ഏരിയ ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹൈജീന് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.